എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 3 ശ്ലോകം 15, 16, 17, 18. വസുദേവരുടെ അതിഗഹനമായ സ്തുതിയാണ്. ഭഗവാനാണെന്ന് അറിഞ്ഞിട്ട് വസുദേവര് അതിഗംഭീരമായിട്ട് സ്തുതിക്കുന്നു. ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗംഗണപതയേ നമഃ. സംസരസ്വത്യൈ നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 15. യഥേമേ വികൃതാ ഭാവാ തഥാ തേ വികൃതൈഃ സഹ നാനാവീര്യാ പൃഥഗ്ഭൂത വിരാജം ജനയന്തിഹി. തന്റെ മായാശക്തി കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ജഗത്തിന്റെ അന്തർഭാഗത്തിൽ ഭഗവാൻ പ്രവേശിച്ചിട്ടില്ല എന്ന് മുകളിൽ പറഞ്ഞു. എന്റെ ഉദാഹരണം പറയുകയാണ്. അപ്പോ മഹത്തത്വം, അഹങ്കാരതത്വം, ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം, ഇങ്ങനെ 7 തത്വങ്ങള് ഓരോന്നും വെവ്വേറെ ആയിട്ട് ഇരിക്കുമ്പോ ഓരോന്നിനും ഓരോരോ വീര്യമുണ്ട്. ഇങ്ങനെ ഭിന്ന വീര്യങ്ങളായി വെവ്വേറെ ഇരിക്കുന്ന ഇവയ്ക്ക് അവികൃത തത്വങ്ങള് എന്നാണ് പേര്. ഈ അവസ്ഥയില് ഈ 7 തത്വങ്ങൾക്ക് സ്വന്തമായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കില്ല. പിന്നെ ഈശ്വരന്റെ ശക്തി കൊണ്ട് പഞ്ചീകരണം ചെയ്യപ്പെടുമ്പോ ആ പൃഥിവ്യാദി പഞ്ചമഹാഭൂതങ്ങളും ജ്ഞാനേന്ദ്രിയം 5, കർമ്മേന്ദ്രിയം 5, മനസ്സ് എന്നിങ്ങനെ 11 ഇന്ദ്രിയങ്ങളും കൂടി 16 തത്വങ്ങളായിട്ട് ഭവിക്കുകയാണ്. അങ്ങനെ അവയോടുകൂടി ഈ മുകളിൽ പറഞ്ഞ 7 തത്വങ്ങള് എല്ലാം കൂടി ഒന്നിച്ചു ചേർന്നിട്ട് വിരാട് എന്ന് പറയപ്പെടുന്ന ബ്രഹ്മാണ്ടത്തെ ജനിപ്പിക്കുന്നു. സന്നിപത്യ സമുൽപാദ്യ ദൃശ്യന്തേനുഗതായിവ പ്രാഗേവ വിദ്യമാനത്വാൽ നദേശാമിഭ സംഭവ. അങ്ങനെ മഹദാദികളായിട്ടുള്ള 7 തത്വങ്ങള് ഒന്നായിട്ട് ചേർന്നിട്ട് ബ്രഹ്മാണ്ടത്തെ ജനിപ്പിച്ച ശേഷം ഈ തത്വങ്ങള് ബ്രഹ്മാണ്ടത്തില് ലയിച്ചതുപോലെ കാണപ്പെടുന്നു. അപ്പൊ കാര്യഭൂതമായ ബ്രഹ്മാണ്ടത്തില് കാരണഭൂതങ്ങളായ തത്വങ്ങള് ഈ ബ്രഹ്മാണ്ടത്തിന്റെ ഉൽപ്പത്തിക്ക് മുമ്പ് തന്നെ ഉണ്ട്. അതുകൊണ്ട് ബ്രഹ്മാണ്ടത്തില് തത്വങ്ങൾ പ്രവേശിച്ചു എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഉപാദാന കാരണത്തോടുകൂടി തന്നെ കാര്യം സ്വരൂപത്തെ അംഗീകരിക്കുന്നതും സാധാരണയാണ്. അതുകൊണ്ട് കാര്യോൽപത്തിക്ക് ശേഷം കാരണത്തിന്റെ അനുപ്രവേശം ഉണ്ടായെന്ന് പറയണതും അയുക്തമാണ്. അതായത് മണ്ണായി തന്നെ ഇരിക്കുന്ന ഘടം നിർമ്മിക്കപ്പെട്ട ശേഷം മണ്ണ് അതിൽ പ്രവേശിച്ചു എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. അതുപോലെയാണ് ബ്രഹ്മാണ്ടത്തില് മഹാഭൂതങ്ങൾ പ്രവേശിച്ചു എന്ന് പറയുന്നതും എന്ന് മനസ്സിലാക്കണം എന്നുള്ള അർത്ഥം. ഏവം ഭവാൻ ബുദ്ധ്യനുമേയ ലക്ഷണേ ഗ്രാഹ്യേ ഗുണേ സന്നപി തൽഗുണാഗ്രഹ അനാവൃതത്വാൽ ബഹിരന്തരം നതേ സർവസ്യ സർവാത്മന ആത്മവസ്തുന. സുദേവരുടെ ഗഹനമായ സ്തുതിയാണ് എന്ന് പറഞ്ഞല്ലോ. രൂപാദി വിഷയങ്ങളെ അറിയുന്നത് കൊണ്ട് അവയെ അറിയാനുള്ള ശക്തിയോടുകൂടിയ ഇന്ദ്രിയങ്ങളുണ്ടെന്ന് അനുമാനിക്കാൻ കഴിയും. ഒരു പ്രവൃത്തി നടക്കണമെങ്കിൽ അത് നടത്താൻ തക്കതായ ഉപകരണം കൂടാതെ കഴിയില്ല. അതൊരു ന്യായമാണ്. അപ്പോ അത് ആ രൂപാദി ജ്ഞാനം ഉണ്ടാകണമെങ്കിൽ അവയെ ഗ്രഹിക്കാൻ തക്ക സാമർഥ്യത്തോടു കൂടിയ ഇന്ദ്രിയങ്ങളും ഉണ്ട് എന്നത് നമുക്ക് മനസ്സിലാക്കാം. ഭഗവാനെ, അങ്ങയിൽ നിന്ന് ഭിന്നമായിട്ട് പദാർത്ഥ സ്ഥിതി തന്നെ ഇല്ല. എന്നാൽ സൽക്കാര്യമായിരിക്കുന്ന ഘടാദി വസ്തുക്കളെ ഗ്രഹിക്കുന്ന ഇന്ദ്രിയങ്ങൾക്ക് സന്മാത്രനായിരിക്കുന്ന ഇന്ദ്രിയവടിയെ ഭഗവാനെ അവിടുത്തെ ഗ്രഹിക്കാൻ ശക്തിയില്ല. ഇന്ദ്രിയങ്ങളാൽ ഗ്രാഹ്യങ്ങളായ വസ്തുക്കളോടുകൂടി ചേർന്നിരിക്കുന്നത് കൊണ്ട് ഇന്ദ്രിയങ്ങള് അങ്ങയെ ഗ്രഹിച്ചു കൊള്ളണം എന്നുള്ള ആ നിയമത്തിന് അതിന് ഒരു സാധുത്വം കൽപ്പിക്കാൻ പറ്റില്ല. അതായത് കണ്ണുകൊണ്ട് കാണപ്പെടുന്ന ഒരു മാമ്പഴത്തില് മധുരം ഉണ്ട്, മാധുര്യാദി രസം ഉണ്ട്. അത് കണ്ണിന് കാണാൻ കഴിയില്ല. അപ്പൊ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തത് കൊണ്ട് മാമ്പഴത്തില് രസം ഇല്ല എന്ന് പറയുന്നത് അത് കേവലം സാഹസമല്ലേ? അതില് രസമില്ല. നമുക്ക് കാണാൻ പറ്റാത്തത് കൊണ്ട് മാമ്പഴത്തില് രസമില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുപോലെ കാര്യരൂപങ്ങളായ ഇന്ദ്രിയങ്ങളുടെ ശക്തി കാര്യത്തിൽ മാത്രം വ്യാപിക്കുന്നു എന്നല്ലാതെ കാരണത്തിൽ വ്യാപിക്കില്ല എന്ന്. അതുകൊണ്ട് ഇന്ദ്രിയങ്ങൾ കൊണ്ട് പദാർത്ഥങ്ങളെ ഗ്രഹിക്കുന്നുണ്ടെങ്കിലും അവയില് സമന്വയിച്ചിരിക്കുന്ന ഭഗവാനെ ഗ്രഹിക്കാൻ ഇന്ദ്രിയങ്ങൾക്ക് ശക്തിയില്ല.
ഇന്ദ്രിയങ്ങള് ബഹിർവിഷയങ്ങളെ കാണുന്നു, അന്തരാത്മാവിനെ കാണുന്നില്ല. എന്നാൽ ഭഗവാൻ കാരുണ്യം കൊണ്ട് ഭക്തന്മാരുടെ നേത്രാദി ഇന്ദ്രിയങ്ങൾക്ക് വിഷയമായിട്ടും ഭവിക്കാറുണ്ട്. അർജുനന് വിശ്വരൂപത്തെ ഭഗവാൻ കാട്ടിക്കൊടുത്തുല്ലോ. പ്രഹ്ലാദൻ, ധ്രുവൻ മുതലായ ഭക്തന്മാരുടെ മുമ്പില് പ്രത്യക്ഷനായിട്ട് വന്നു. ഇങ്ങനെ പുരാണങ്ങളില് പറയണത് കൊണ്ട് ഭഗവത് ഭക്തന്മാർക്ക് ഭക്തിയുടെ മഹിമ കൊണ്ട് ഭഗവത് രൂപത്തെ കാണാൻ സാധിക്കും എന്ന് സിദ്ധിക്കുന്നു. എന്നാൽ ഭക്തന്മാർക്ക് കാണത്തക്ക വിധം ഒരു പരിച്ഛിന്ന സ്വരൂപത്തെ സ്വീകരിക്കുന്നത് കൊണ്ട് മറ്റൊന്നില് പ്രവേശനമാവാലോ. പക്ഷികള് അവയുടെ കൂടുകളില് പ്രവേശിക്കുന്നത് പോലെ ശരീരാദികളാകുന്ന കൂടുകളിൽ ഭഗവാന് പ്രവേശം ഉണ്ടായി എന്ന് സമ്മതിക്കാൻ പറ്റൂലോ, അല്ലെ? അതിന് വിരോധമില്ലല്ലോ എന്ന് പറയണം. എങ്ങും മറവില്ലാതെ എല്ലാമായും എല്ലാറ്റിന്റെയും ആത്മാവായും എങ്ങും വ്യാപിച്ച് ഏതു കാലത്തും നാശമില്ലാത്ത പരമാർത്ഥ വസ്തുവായിരിക്കുന്നത് കൊണ്ട് ആത്മാവിന് ഉള്ള എന്നും പുറം എന്നുമുള്ള ആ ഒരു കൽപ്പന, അത് അങ്ങനെ വിചാരിക്കാൻ പറ്റില്ല. ആത്മാവിന് എല്ലാമായിട്ട് വിളങ്ങുന്ന സത്യവസ്തുവിനെ മറയ്ക്കുന്നതിന് മറ്റൊരു വസ്തു ഇല്ലാത്തത് കൊണ്ടും, മറവില്ലെങ്കിൽ പിന്നെ ഉള്ള പുറം എന്ന ഭേദം ഇല്ലല്ലോ. അതുകൊണ്ട് അന്തര്യാമി രൂപേണ പ്രവേശം തന്നെ ഉണ്ടായിട്ടില്ലാത്ത സ്ഥിതിക്ക് ദേവകീ ജഠരത്തില് പുത്രരൂപേണ പ്രവേശം ഉണ്ടായിട്ടില്ല എന്ന് പ്രത്യേകിച്ച് പറയണു എന്ന് പറയണത്. അതുകൊണ്ട് കേവല അനുഭവ ആനന്ദ സ്വരൂപനായി തന്നെ ഇരിക്കുന്ന ഭഗവാനെ അവിടുത്തെ ഈ വിധം മാംസ ചക്ഷുക്കൾ കൊണ്ട് കാണാൻ സാധിച്ചത് മഹാഭാഗ്യം തന്നെ എന്ന് അതങ്ങനെ അത്രയും ഗഹനമായിട്ടുള്ള സ്തുതി ആയതുകൊണ്ട് അങ്ങനെ പറയണം. വസുദേവര് മാംസചക്ഷുഷ കൊണ്ട് കാണാൻ പറ്റിയില്ലേ, അതുകൊണ്ട് ആ ഭാഗ്യം കൊണ്ട് പറയണു വസുദേവരുടെ സ്തുതി. കേവല അനുഭവ ആനന്ദ സ്വരൂപനെ തന്നെ ഇരിക്കുന്ന ഭഗവാനെ ഈ വിധം മാംസ ചക്ഷുക്കൾ കൊണ്ട് കാണാൻ സാധിച്ചത് മഹാഭാഗ്യം എന്നാണ് ചുരുക്കത്തില് വസുദേവരുടെ സ്തുതിയിൽ അടങ്ങിയിരിക്കുന്ന സാരമതാണ്. ആത്മനോ ദൃശ്യഗുണേഷു സന്നിധി വ്യവസ്യതേ സ്വവ്യതിരേകതോ ബുധ വിനാനുവാദം ന ച തന്മനീഷിതം സമ്യക് യഥ ത്യക്തമുപാദൽപുമാൻ. ഇങ്ങനെ മുകളിൽ പറഞ്ഞ പ്രകാരം ആലോചിക്കുമ്പോ പ്രപഞ്ചം തന്നെ ഇല്ല എന്ന് വരും. അപ്പൊ പ്രത്യക്ഷത്തെ കാണുന്നതായിട്ടുള്ള പ്രപഞ്ചത്തെ ഇല്ല എന്നിട്ട് പറയാനും സാധിക്കില്ല. കാരണത്തെ കൂടാതെ കാര്യം നിലനിൽക്കില്ലല്ലോ. ആത്മാവിന്റെ അനന്തശക്തിയാൽ കാര്യരൂപേണ വിളങ്ങുന്ന ദേഹാദികള് ആത്മാവിനെ കൂടാതെ തന്നെ പരമാർത്ഥത്തിലുള്ളവയാണെന്ന് വിചാരിക്കുന്നവൻ ആലോചനയില്ലാതെ മൂഢൻ തന്നെ ആണ് എന്ന് സംശയമില്ല എന്ന് പറയുന്നു. ആലോചിക്കുമ്പോ ദേഹാദികളായ സർവവും വാങ്മാത്രത്താൽ വ്യവഹരിക്കപ്പെടുന്നതല്ലാതെ പരമാർത്ഥത്തില് ഇല്ലാത്തത് ആയതുകൊണ്ട് ഇല്ലാത്തതിനെ ഉണ്ട് എന്ന ആ സത്താസാമാന്യത്തെ ആശ്രയിക്കാതെ ഒരു വസ്തുവും വിളങ്ങില്ല. സർവത്ര വ്യാപരിച്ചിരിക്കുന്ന ആ സത്ത മാത്രം നിത്യം, അത് മാത്രമാണ് സത്യം, നിത്യം. നാമരൂപങ്ങള് കൽപ്പിതങ്ങള്. അതുകൊണ്ട് സൽസ്വരൂപനായ സർവേശ്വരനെ കൂടാതെ ഭിന്നമായ ലോകമുണ്ടെന്ന് കാണുന്നവൻ മൂഢൻ തന്നെ എന്നാണ് വസുദേവന്റെ സ്തുതിയിൽ അടങ്ങിയിരിക്കുന്നത് തത്വം. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.